പുനരുപയോഗ ഊർജ്ജ ചട്ടം രൂപീകരിക്കുന്നതിനുള്ള ചർച്ചാരേഖയിൽ ആണവ നിലയവും ഉൾപ്പെടുത്തി സംസ്ഥാന വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷൻ. പുതിയ സാങ്കേതികവിദ്യ എന്ന നിലയിലാണ് ആണവ നിലയവും ഉൾപ്പെടുത്തിയത്. നിലവിലുള്ള പെട്രോൾ, ഡീസൽ വാഹനങ്ങൾ വൈദ്യുതി വാഹനങ്ങളായി മാറ്റാൻ ഉചിതമായ മാർഗനിർദ്ദേശങ്ങൾ സർക്കാർ ഇറക്കണമെന്നതും ചർച്ചാരേഖയിലുണ്ട്. കൽക്കരി വൈദ്യുതിക്ക് പകരമായി സ്മോൾ മോഡുലാർ റിയാക്ടറുകൾ ഉപയോഗപ്പെടുത്തി ആണവ നിലയങ്ങൾ സ്ഥാപിക്കുന്നതാണ് പൊതുവായ ശുപാർശകൾ എന്ന അധ്യായത്തിൽ ഉൾപ്പെടുത്തിയത്. കാർബൺ ബഹിർഗമനം ഒഴിവാക്കാനും തുടർച്ചയായി വൈദ്യുതി ലഭിക്കുന്നതുമാണ് ആണവ നിലയങ്ങൾ. ഇതുവഴി സംസ്ഥാനത്തിന് ദീർഘനാളത്തേക്ക് വൈദ്യുതി ഉറപ്പിക്കാനാവും. വേനൽക്കാലത്ത് ഉൽപാദനം സാധ്യമാകുന്ന ജലവൈദ്യുത പദ്ധതികൾക്ക് ഉയർന്ന പദ്ധതി ചെലവ് പരിഗണിക്കണമെന്ന നിർദ്ദേശവുമുണ്ട്. വിവിധ വിഭാഗം ഉപഭോക്താക്കൾക്ക് നെറ്റ് മീറ്ററിംഗ്, ഗ്രോസ് മീറ്ററിംഗ് തുടങ്ങിയവ കമ്മീഷൻ ശുപാർശ ചെയ്തിട്ടുണ്ട്. വിവിധ മീറ്ററിംഗ് രീതികളിൽ ലഭ്യമാകുന്ന ആദായത്തിലെ അന്തരം കുറച്ചു കൊണ്ടുവരാനും ഗ്രിഡിലേക്ക് നൽകുന്ന വൈദ്യുതിയുടെ മൂല്യത്തിനനുസരിച്ചുള്ള വില ഉറപ്പുവരുത്താനും കഴിയുമെന്നാണ് കമ്മീഷൻ പറയുന്നത്. പുനരുപയോഗ ഊർജ്ജവും നെറ്റ് മീറ്ററിംഗും സംബന്ധിച്ച റെഗുലേഷന്റെ കാലാവധി ഈ സാമ്പത്തിക വർഷം അവസാനിക്കും. ഇത് കണക്കിലെടുത്താണ് ഈ വർഷം മുതൽ പ്രാബല്യത്തിൽ വരുത്താനുള്ള ചട്ടങ്ങൾ റെഗുലേറ്ററി കമ്മീഷൻ രൂപീകരിക്കുന്നത്. അടുത്ത മാസം 15-ാം തീയതി വരെ ചർച്ചാരേഖയിൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കാവുന്നതാണ്. RB സനു, മീഡിയ 1, തിരുവനന്തപുരം.